ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ജനനം സകല മാനവകുലത്തിനും ഉള്ള സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്തയാണ്. എന്താണ് മാനവകുലത്തിന് ലഭിക്കാനുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത? മനുഷ്യൻ്റെ അടിമത്വം നീങ്ങി പാപത്തിൽ നിന്ന് സ്വതന്ത്രനാകാൻ തക്കവണ്ണം ക്രിസ്തു അവന് വേണ്ടി മറുവിലയായി അവൻ്റെ ജീവിതം നൽകും എന്ന ഒരു ദൈവിക സന്ദേശമാണ് സദ്വാർത്ത ആയി നാം തിരിച്ചറിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് ഉള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ജനന പെരുന്നാളിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ചത്തെ വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനമാണ്. അത് യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ചുള്ള വേദഭാഗമാണ്. യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ച് ഉള്ള വേദഭാഗം എല്ലാവർക്കും വളരെ ടഫായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. എന്തിനാണ് ഈ വംശാവലി ഒരു വേദഭാഗമായി ഞായറാഴ്ചകളിൽ വായിക്കുന്നത്? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം എന്ന് പറഞ്ഞ് അബ്രഹാം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു, ഇസഹാക്ക് യാക്കോബിൻ്റെയും യാക്കോബ് യൂദയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. ഇങ്ങനെ താമാറിൽ നിന്ന് ജനിച്ച പേരസിൻ്റെയും സോറയുടെയും പിതാവായിരുന്നു യൂദ. ഇങ്ങനെ യൂദ കുടുംബത്തിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ ഇങ്ങോട്ട് കാണുന്നത്. മാതാപിതാക്കന്മാരുടെ ഒക്കെ ചരിത്രം. നമുക്കറിയാം, ഈ പഴയ നിയമം തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ മനുഷ്യൻ്റെ വീഴ്ചകളുടെയും പതനങ്ങളുടെയും ഒത്തിരിയേറെ കഥ ഇതിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. മാനുഷികമായ ബലഹീനതകളും കുറവുകളും വീഴ്ചകളുമാണ് ആധ്യാത്മിക ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തികളുടെ ജീവിതത്തിലെ ആത്മീയ യാത്രയുടെ വെല്ലുവിളിയായി പലപ്പോഴും മാറുന്നത്. പൗരോഹിത്യ ശുശ്രൂഷയിലേക്കോ സന്യാസ ജീവിതത്തിലേക്കോ അതല്ലെങ്കിൽ ഒരു നല്ല സുവിശേഷ ശുശ്രൂഷയിലേക്കോ അല്ലെങ്കിൽ ഒരു നല്ല ക്രൈസ്തവനായി ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാനുഷിക ബലഹീനതകളും കുറവുകളും വീഴ്ചകളും എത്രമാത്രമാണ് അയാളെ സ്വാധീനിക്കുന്നതെന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും നന്നായിട്ടറിയാം. ആ ബലഹീനതകളുടെയും കുറവുകളുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും അനന്തമായ കാരുണ്യവും അനുഭവിക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണുന്നത് മനുഷ്യൻ്റെ പതനവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രീകരണമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് നോഹയുടെ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ജീവിതത്തിലെ പതനവുമായി ബന്ധപ്പെട്ട് ഉള്ള ചരിത്രമാണ്. പിന്നെ നമ്മൾ കാണുന്നത് അബ്രഹാമിൻ്റെ വിളിയും അതിനെ തുടർന്നുള്ള നോഹയുടെ മക്കളുടെ പതനം, ബാബേൽ ഗോപുരം പണിയാൻ ഇച്ഛിക്കുന്ന നോഹയുടെ മക്കളുടെ ജീവിതത്തിലുണ്ടായ തകർച്ചകൾ, അവർ ഛിന്നഭിന്നമായി പോകുന്ന അവസ്ഥകൾ, ഇങ്ങനെ തുടങ്ങി ഒരു സൈഡിൽ ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും നിലനിൽക്കുമ്പോൾ മറു സൈഡിൽ മനുഷ്യൻ്റെ വലിയ പതനങ്ങൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ പതനങ്ങൾ സത്യത്തിൽ മനുഷ്യൻ്റെ പരിമിതിയാണ് വെളിപ്പെടുത്തുന്നത്. ഇന്ന് നമ്മളൊരു മനുഷ്യൻ്റെ കുറവിനെ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ അത്ര എളുപ്പമൊന്നും നമുക്ക് സാധിക്കുകയില്ല. അത് നിയമ സംവിധാനങ്ങൾക്കെതിരായി കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. നിയമങ്ങളൊക്കെ സത്യത്തിൽ എന്തിനാണ്? ഇത്തരം പരിമിതികൾ, ഇത്തരം വീഴ്ചകളെയും കുറവുകളെയും ഒക്കെ പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷിത സംവിധാനം തന്നെയാണ് ഇത്തരം നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ. ഇപ്പോൾ പഴയ നിയമകാലത്തും ദൈവിക നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ മോശ വഴിയായിട്ടൊക്കെ ലഭിച്ചിട്ടുണ്ട്. അനേകം നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ
മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിയമമായി ചട്ടമായൊക്കെ മാറിയിരുന്നത് പ്രവാചകന്മാരായി ഓരോ കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരുണ്ട്. അവരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ള വാക്കുകൾ വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങളാണ്. അതോടൊപ്പം ആചാരങ്ങളും ആരാധനകളും അനുഷ്ഠാനങ്ങളുമെല്ലാം അതിൻ്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിട്ട് യഹൂദ പാരമ്പര്യത്തിലൊക്കെ ഇങ്ങനെ ഏറെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാം ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് മനുഷ്യൻ്റെ പതനവും അത് അവനുണ്ടാക്കുന്ന തകർച്ചകളെയും കുറയ്ക്കുക. ഈ പതനങ്ങൾ അവൻ്റെ മനസ്സിനേൽപ്പിക്കുന്ന പരിക്കുകളെ ഇല്ലാതാക്കുക. ഒരു മനുഷ്യന് വീഴ്ച ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവർക്കുണ്ടാക്കുന്ന നഷ്ടത്തേക്കാൾ കൂടുതൽ ആ വ്യക്തിക്ക് എത്രമാത്രം മാനസിക തകർച്ചയാണ് ഉണ്ടാകുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഉദാഹരണത്തിന് ജയിലുകളിൽ കഴിയുന്ന മനുഷ്യർ, നമ്മളവർക്ക് എല്ലാവരും ഏതെങ്കിലും മാരകമായ കുറ്റം ചെയ്തവരാണ് ജയിലുകളിൽ കഴിയുന്ന മനുഷ്യരെ പലരും. എന്നാൽ ആ മനുഷ്യരെ അവരങ്ങനെ ഒരു പതനത്തിൽ ചെന്ന് അവർ വലിയ വീഴ്ചയിലെത്തി, മാരകമായ തെറ്റുകൾ ചെയ്തു, കുറ്റങ്ങൾ ചെയ്തു, വീണുപോയി. അതിന് തക്ക ഒരു ശിക്ഷ അവർക്ക് കിട്ടിയിരിക്കുകയാണ്. അവരെ ഒരു പ്രത്യേക രാജ്യത്തെ ഒരു ജയിലിനകത്താക്കി അവരുടെ പ്രവർത്തന മണ്ഡലം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ഇനി ഇവർക്ക് സ്വാതന്ത്ര്യമായി പോയി ഇത്തരത്തിൽ മറ്റൊരു തെറ്റ് ചെയ്യാൻ, ഒരു തെറ്റ് ചെയ്തയാൾക്ക് മറ്റൊരു തെറ്റ് ചെയ്യാനുള്ള പ്രവണതയുണ്ട്. ആ പ്രവണതയിൽ നിന്ന് അയാളെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ജയിലിൻ്റെ ജയിലെന്ന് പറയുന്നൊരു നന്മ അതാണ്. അപ്പോൾ അവരതിനകത്തുള്ളിൽ കിടക്കുമ്പോൾ ഓർക്കണം, പല ആളുകളുടെയും ജീവിതത്തിൽ വല്ലാത്ത കുറ്റബോധങ്ങളുണ്ട്. അവർ വല്ലാതെ വേദനിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ ചെയ്തതായിരിക്കാം, ചെയ്യാത്തതായിരിക്കാം, ചിലപ്പോൾ പ്രത്യേക മാനസിക നില കൊണ്ട് ചെയ്തതായിരിക്കും. അപ്പോൾ ഇതിന് ഏൽപ്പിക്കുന്ന വല്ലാത്തൊരു പരിക്ക് അവരുടെ മനസ്സിൽ നിർത്തിക്കൊണ്ട് അവരെ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഔഷധമാണ്. ഒരു ഔഷധമായിട്ട് കിട്ടുന്നതാണ് രക്ഷ. എന്നെ രക്ഷിക്കാൻ, എന്നെ സ്വീകരിക്കാൻ ഒരു കൈയുണ്ട് എന്നത് വലിയൊരു ആശ്വാസം നിറഞ്ഞ കാര്യമാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ വൈദികനായിരിക്കുന്ന സമയത്ത് സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ കാണാനായിട്ട് പോയ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പ്രത്യേക ഒരു സാഹചര്യത്തിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഏകദേശം 9 മാസത്തോളം തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എനിക്കൊരു എഴുത്തെഴുതി. എനിക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹം എനിക്ക് എഴുതിയ എഴുത്ത് വളരെ മനോഹരമായ ഒരു എഴുത്തായിരുന്നു. ആ എഴുത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി, ഞാനിപ്പോൾ സെൻട്രൽ ജയിലിലാണ്. അച്ഛൻ എന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത്, എന്നെ കാണാതെ ഇരിക്കുന്നു എന്നത് ഓർത്ത് ദുഃഖിക്കരുത്. ഞാനിപ്പോൾ ജയിലിലുണ്ട്, ഞാൻ 9 മാസം കഴിഞ്ഞ ശേഷം തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് അവളുടെ എഴുത്തായിരുന്നു. അപ്പോൾ അതിനകത്തൊരു കാര്യം കൂടി എഴുതി. അദ്ദേഹത്തിന് കിണറ്റിൽ നിന്നാണ് ഞാൻ വെള്ളം കോരിക്കൊണ്ടിരുന്നത് അച്ഛനായിരുന്നപ്പോൾ. അപ്പോൾ അദ്ദേഹം എഴുതി, ഞാൻ എന്നെ കണ്ടില്ല എന്ന് വിചാരിച്ച് അച്ഛന് എൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാതിരിക്കരുത്, അച്ഛന് വെള്ളമൊക്കെ എടുക്കണം, അവിടുന്ന് എടുത്തു, എൻ്റെ അനുവാദമുണ്ട് എന്നൊക്കെ നിലയിലായിരുന്നു ആ എഴുത്ത്. ഇതാരോടും പറയരുത് ഞാൻ ജയിലിലാണെന്ന്. പക്ഷേ നാട്ടുകാരെല്ലാം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇദ്ദേഹത്തെ കാണുവാൻ ആഗ്രഹിച്ച് സെൻട്രൽ ജയിലിൽ പോയി. സെൻട്രൽ ജയിലിൽ പോയി ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥരെ കണ്ടുപിടിച്ച് ആ ഉദ്യോഗസ്ഥർ വഴി ഈ വ്യക്തിയെ കാണാനായിട്ട് ജയിലിലേക്ക് ചെന്നു. അവൾ പെട്ടെന്ന് അവിടുത്തെ ജയിലർ ഇയാളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്നയാളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആളുകൾ പല സ്ഥലത്തേക്കും ഇയാളെ അന്വേഷിച്ച് പോയി. വലിയ ജയിലിനുള്ളിൽ നിന്ന് അയാളെ കണ്ടെത്തി ഇയാളെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഈ ജയിലിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, അച്ഛൻ എന്താണ് ഇവിടെ വന്നത്? അദ്ദേഹം വിചാരിച്ച ഞാനും എന്തോ ജയിലിൽ അടയ്ക്കപ്പെട്ട് വന്നതായിരിക്കും, അല്ലാതെ ഇപ്പോൾ ഒരു അച്ഛൻ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്. അപ്പോൾ അയാൾക്കൊരു സംശയം, എന്നെ കാണാൻ വേണ്ടി മാത്രമാണോ വന്നതോ തിരുവനന്തപുരത്ത് വന്ന വഴിക്ക് എന്നെ കയറി കണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ 3 മണിക്കൂർ യാത്ര ചെയ്ത് 4 മണിക്കൂർ യാത്ര ചെയ്ത് തിരുവനന്തപുരം വരെ കോട്ടയത്തു നിന്ന് വന്നത്. അത് അയാൾക്കൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. എനിക്കത് വലിയ അത്ഭുതമായിട്ടും തോന്നിയില്ല. അദ്ദേഹത്തിന് വലിയൊരു അത്ഭുതമായി അത് തോന്നി. അയാൾ ആ സെൻട്രൽ ജയിലിൻ്റെ ഭിത്തിയിൽ മുഖമമർത്തി വലിയ ഒരു ഏങ്ങലടിയോടുകൂടി അങ്ങോട്ട് മുഖമമർത്തി നിന്ന് കരയുന്നത് കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ഓർക്കണം, സ്വീകരിക്കാൻ നീട്ടുന്ന കരവും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മനസ്സും ഭൂമിയിലെ എല്ലാ മനുഷ്യരും പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് സത്യത്തിൽ എനിക്കതിൽ നിന്ന് മനസ്സിലായത്. ഏത് കുറ്റവാളിക്ക് മുമ്പിലും ഏത്
പ്രതികൂല സാഹചര്യങ്ങൾ നിൽക്കുന്ന മനുഷ്യന് മുമ്പിലും സ്വീകരിക്കപ്പെടാനുള്ള ഒരു മനസ്സ് അവരെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സത്യത്തിൽ നമുക്ക് ഈ ജീവൻ നൽകിയ ദൈവമാണ് ആ മനസ്സും ആ കരവും. അങ്ങനെ ഒരു മനസ്സും കരവുമായി ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ രക്ഷയുടെ പങ്കാളിയായി തീരാനായിട്ട് ക്രൈസ്തവ സഭയ്ക്ക് ദൈവം അനുവാദം നൽകിയത്. നമ്മൾ ക്രിസ്തുവിൻ്റെ കരുണയുടെയും ദൈവത്തിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഒരു കരമായി ഈ ഭൂമിയിൽ മാറണം. സത്യത്തിൽ മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിലൂടെ സാധ്യമാകുന്നത് ഈ ഒരു വലിയ കാരുണ്യത്തിൻ്റെ, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. അപ്പോൾ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് മനുഷ്യൻ്റെ വീഴ്ചകൾ, പരാജയങ്ങൾ, തകർച്ചകൾ എല്ലാം പാരലായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വംശാവലിയിൽ യൂദാ കുടുംബം എന്ന് പറയുന്നത് തന്നെ അത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കുടുംബമൊന്നുമല്ല, തകർന്നൊരു കുടുംബമാണ്. ഇതിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ക്രിസ്തുവിൻ്റെ വംശാവലിയുടെ ചരിത്രത്തിൽ വീഴ്ചകളും താഴ്ചകളും ബലഹീനതകളും കുറവുകളും ഒക്കെ ഉള്ള ഒത്തിരിയേറെ മനുഷ്യരുടെ ചരിത്രമുണ്ട്. അവിടേക്ക് തന്നെ ക്രിസ്തു ഇറങ്ങി വരുന്നതിനാണ് ഈ ബലഹീനതകളും വീഴ്ചകളുമുള്ള മനുഷ്യൻ്റെ മുറിവുകളെ എല്ലാം ശുദ്ധീകരിക്കുവാനും ഉണക്കുവാനും അവരെയും കൂടെ വീണ്ടെടുക്കുവാനും അവരിലൂടെ ഉളവായതിനെ വീണ്ടെടുക്കുവാനുമുള്ള ദൈവത്തിൻ്റെ കരുണയുടെ വെളിപ്പെടുത്തലാണ്. അങ്ങനെയെങ്കിൽ ഒരു ക്രൈസ്തവ സമൂഹമായി ഉയർത്തപ്പെട്ട് ക്രിസ്തുവിൻ്റെ ദൗത്യമേറ്റെടുത്തിരിക്കുന്ന നമ്മൾ ക്രിസ്തുവിൻ്റെ ഈ വെളിപാട് തിരുപ്പിറവിയുടെ പെരുന്നാളിൽ 25 ദിവസം നമ്മൾ ഉപവസിച്ചും നോയമ്പെടുത്തുമൊക്കെ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ കരമാകാൻ. സഭ നോയമ്പെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തിനാണ്? ഒരു ക്രൈസ്തവൻ നോയമ്പെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതിനാണ്. നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, നമ്മുടെ വ്യക്തിപരമായ ധ്യാനാനുഭവങ്ങൾ, പ്രാർത്ഥനകൾ, ഇതെല്ലാം കേന്ദ്രീകൃതമായിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്. നമ്മുടെ ആവശ്യങ്ങളുടെ സാധിച്ചെടുക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ പിന്നിലെ ആത്യന്തികമായ ഒരു ലക്ഷ്യവും ഒരു ഭയവും ഇതാണ്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകും. മനുഷ്യരെല്ലാം ഭയത്തിനടിമയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ ഉള്ള സാധ്യത മുന്നിൽ കാണുന്നു. ആ സാധ്യതകളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ആശ്രയം, അതാണ് പലപ്പോഴും പലരുടെയും ജീവിതത്തിലെ ദൈവാരാധനയും പ്രാർത്ഥനയും ആധ്യാത്മികതയും. എന്നാൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുക എന്നുള്ള ഒരു ചിന്ത പോലും പലപ്പോഴും ക്രൈസ്തവ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം യുവതലമുറയുടെ ഒരു പ്രത്യേകത, അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സന്ദേശം ഇതാണ്: ദൈവത്തോട് ചേരുക, ആത്മീയതയുള്ളവനായിരിക്കുക, പ്രാർത്ഥിക്കുക. എന്തിനാണ്? എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ജോലി കിട്ടണം, നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകരുത്. അങ്ങനെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ളൊരിടമായിട്ടാണ് ഒരുപക്ഷെ മാതാപിതാക്കന്മാരോ മറ്റുള്ളവരോ അവനെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. ദൈവം നൽകാത്തതൊന്നും എനിക്ക് വേണ്ട. ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പരിശ്രമവും പ്രാർത്ഥനയും കൊണ്ട് ഞാൻ നേടിയെടുക്കാൻ വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കും. ദൈവം എന്തിനു വേണ്ടിയാണോ എനിക്കിത് നൽകാൻ ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ അവയെ, എൻ്റെ ജീവിതത്തെയും എനിക്ക് ലഭിക്കുന്നതും വിട്ടുകൊടുക്കുമെന്ന് ചിന്തിക്കുന്നത് കൂടിയാണ് വിശ്വാസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും പരിവർത്തനപ്പെടുത്തുവാനായിട്ട് സത്യത്തിൽ നമ്മുടെ നോമ്പുകളും പ്രാർത്ഥനകളും ഒക്കെ മാറേണ്ടിയിരിക്കുന്നു. തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ഈ ധ്യാനവും പ്രാർത്ഥനയും എന്തിനു വേണ്ടിയുള്ളതാണ്? ക്രിസ്തുവാകുന്ന രക്ഷകനെ എൻ്റെ ഹൃദയത്തിൽ പിറവിയെടുക്കുകയും എൻ്റെ ഹൃദയം സ്വാതന്ത്ര്യത്തിൻ്റെ, എൻ്റെ വീഴ്ചകളുടെയും പരാജയങ്ങളുടെയും മധ്യത്തിൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, ഞാനൊരു ബലഹീനനാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കരുണയിലും സ്നേഹത്തിലും അങ്ങേയറ്റം ആശ്രയിക്കാനുള്ള ഒരനുഭവമായിട്ടാണ് സത്യത്തിൽ മാറേണ്ടത്. അങ്ങനെ മാറുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത വിമർശനങ്ങളുടെയും വിധിയുടെയും കാലഘട്ടമാണിത്. എന്തിനേയും ഏതിനേയും വിമർശിക്കുക, വിധിക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ മനുഷ്യർ ഏറ്റവും കൂടുതൽ വിനിയോഗിക്കുന്നത് നമ്മൾക്ക് മുമ്പിൽ കാണുന്നതിനെ എല്ലാം വിമർശിക്കുക, നമുക്ക് മുമ്പിൽ കാണുന്നതിനെല്ലാം വിധിക്കുക. ഓർക്കുക, വിധി കൊണ്ടും വിമർശനങ്ങൾ കൊണ്ടും ആരെയും അത്ര എളുപ്പത്തിലൊന്നും വളർത്താനാവില്ല. പലരെയും തളർത്താനേ സാധിക്കൂ. ക്രിസ്തു നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ ചൈതന്യത്തിൽ
വിധിയില്ലാതെ പഴിയില്ലാതെ ക്രിസ്തു ഓരോ മനുഷ്യനെയും സ്വീകരിച്ചതാണ് സത്യത്തിൽ അവൻ്റെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നതെന്ന് നമുക്ക് കാണാം. മഗ്ദലന മറിയത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പാപങ്ങളും ബലഹീനതകളും ഒക്കെ സംഭവിച്ചൊരു വ്യക്തിയാണ്. സ്വീകരിക്കപ്പെട്ടു എന്ന കാരണം കൊണ്ട് അവൾ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ കബറിങ്കൽ അവളുണ്ടായിരുന്നു. ക്രിസ്തുവിനെ തേടിയായിരുന്നു അവളുടെ ജീവിതയാത്ര. ആ സ്നേഹബന്ധം അതാണ് അവളെ വിശുദ്ധയാക്കി തീർത്തത്. മഗ്ദലന മറിയം ഒരു വിശുദ്ധ മഗ്ദലന മറിയം പള്ളികൾ പോലും നമുക്ക് സഭയിലുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയാക്കി തീർത്തത്, ഒരു വിശുദ്ധ വ്യക്തിത്വമാക്കി തീർത്തത് അവളുടെ ജീവിതത്തിലെ ബലഹീനതകളെയും കുറവുകളെയും സ്വീകരിക്കപ്പെടുന്ന കരങ്ങളായിരുന്നു. അതുകൊണ്ട് ഭൂമുഖത്തെ എല്ലാ വീഴ്ചകളും പരാജയങ്ങളുമുള്ള മനുഷ്യരെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും അവർക്ക് മുമ്പിൽ വെളിപ്പെടുത്തുക എന്നുള്ള ഒരു ദൗത്യമാണ് പുതിയ നിയമസഭയിലുള്ളത്. പഴയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ വംശാവലിയിലെ നാം കാണുന്ന വീഴ്ചകളും കുറവുകളുമൊക്കെയുള്ള ഇടത്തിലേക്ക് ക്രിസ്തു ജനിച്ചു വീഴുമ്പോൾ പുതിയ നിയമ സമൂഹത്തിലെ നമ്മുടെ വംശമെന്ന് പറയുന്ന മനുഷ്യവംശമാണ്. മനുഷ്യവംശത്തിൻ്റെ സകല വീഴ്ചകൾക്കും പരിഹാരം ചെയ്യാൻ സാധിക്കുക എന്ന വലിയ ദൗത്യമാണ് സഭയ്ക്കുള്ളത്. രോഗികൾക്ക് ആശ്വാസമായി മാറുക, ദരിദ്രന് ആഹാരമായി മാറുക, അതുപോലെ പാപിക്ക് പാപവിമോചനമായി മാറുക, പിശാച് ബാധിതനെ ആ മാനസികാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുതിയ മാനസികാവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, അതുപോലെ ജ്ഞാനം നഷ്ടപ്പെട്ടവൻ ഇരുട്ടിലായവനെ ദൈവിക ജ്ഞാനം വെളിച്ചം കൊടുത്ത്, സുവിശേഷത്തിൻ്റെ വെളിച്ചം കൊടുത്ത് അവനെ പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി തുടങ്ങിയ വലിയൊരു ദൗത്യം നമുക്കിടയിലുണ്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പലപ്പോഴും നമ്മുടെ കാലഘട്ടങ്ങൾ ദൗത്യത്തെ നാം അറിയാതെ മറന്നുപോകുന്ന കാലഘട്ടമാണ്. ആയതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതം ഈ ക്രിസ്മസിന് നമ്മൾ ഉപവസിക്കുമ്പോഴും നോമ്പെടുക്കുമ്പോഴും ആർക്ക് വേണ്ടി ഞാൻ നോമ്പെടുക്കുന്നു? ഭൂമുഖത്തെ സകല മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വന്ന യേശുക്രിസ്തുവിൻ്റെ ജന്മപ്പെരുന്നാളിന് വേണ്ടി നമ്മളെടുക്കുന്ന നോയമ്പിൻ്റെ ഓരോ ദിവസവും ഈ ഭൂമുഖത്ത് രക്ഷ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും വിമോചനത്തിനുള്ള പ്രാർത്ഥനയായി സമർപ്പിക്കണം. അതോടൊപ്പം നമ്മൾ ഒരു വ്യക്തിയെയെങ്കിലും ക്രിസ്തുവിൻ്റെ രക്ഷ നൽകിക്കൊണ്ട് വിമോചിപ്പിക്കുവാനായിട്ട് നമ്മുടെ വ്യക്തിഗത ജീവിതം നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. സൺഡേ സ്കൂളുകളുണ്ട്. അപ്പോൾ ഓരോ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർ കൊടുക്കേണ്ട സന്ദേശമാണ് ഇതാ ക്രിസ്തുവിൻ്റെ ഈ തിരുപ്പിറവി നാളിൽ ഒരു വ്യക്തിക്കെങ്കിലും ക്രിസ്തുവിൻ്റെ രക്ഷയുടെ ഒരംശം, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ ഒരു നേരം അവൻ്റെ ജീവിതം രക്ഷപ്പെട്ടില്ലേ? അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു വസ്ത്രമില്ലാത്തവൻ്റെ മങ്ങിയ വസ്ത്രം ധരിക്കുന്നവർ നമ്മൾക്കിടയിൽ ജീവിക്കുമ്പോൾ അവന് ഒരു മെച്ചപ്പെട്ട വസ്ത്രം നൽകിയാൽ ക്രിസ്തുവിൻ്റെ രക്ഷയുടെ ഒരു അംശം അവനിലേക്ക് പകരാൻ നമുക്ക് സാധിക്കും. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലെ ബുദ്ധിമുട്ടനുഭവിക്കുന്നവന് എന്തെങ്കിലും ഒന്ന് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വ്യക്തിപരമായി ചെയ്ത് രക്ഷാകരമായ ക്രിസ്തുവിൻ്റെ ഈ തിരുപ്പിറവിയുടെ പങ്കാളിയാകാൻ സത്യത്തിൽ നമുക്ക് സാധിക്കും. യേശു ക്രിസ്തുവിനെ കാണാൻ വന്ന രാജാക്കന്മാർ സത്യത്തിൽ അവർ ക്രിസ്തുവിന് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ച് കുമ്പിട്ട് അവനെ ആരാധിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് വലിയൊരു സന്ദേശമാണ്. നമ്മൾ ഈ തിരുപ്പിറവിയിൽ എന്തവൻ്റെ കാൽക്കൽ വെച്ച് നാം ആരാധിക്കും? വളരെ വലിയൊരു കാര്യമാണ്. ഞാൻ എന്താണ് സമർപ്പിക്കുക? എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്താണ് ക്രിസ്തുവിന് കൊടുക്കുക? നമുക്ക് വിലപ്പെട്ട പലതും ക്രിസ്തു നമ്മളിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കൊടുത്ത് ശൂന്യനാകാൻ, നഷ്ടം സഹിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ബലി നമ്മളിൽ പൂർണ്ണമാക്കാൻ ഈ തിരുപ്പിറവി നാളിൽ നമുക്ക് കഴിയണം. അതിനുള്ള ഒരുക്കമായിരിക്കണം ഇത്. 2 ആട്ടിടയന്മാർ ഓർക്കണം, ഇല്ലായ്മകളാണ് അവർക്കുള്ളത്. വീടില്ല, പുതപ്പില്ല, പക്ഷേ എന്നിട്ട് അവർ യാത്ര ചെയ്യുകയാണ്. അവർ ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്ത് ക്രിസ്തുവിനെ കണ്ടെത്തി ആ രക്ഷകനെ വണങ്ങി സന്തോഷത്തിൻ്റെ ഒരു പുതിയ
അനുഭവത്തിലേക്ക് അവർ മാറുകയും അവർ സുവിശേഷകരായി മാറുകയും ചെയ്യും. ഈ സദ്വാർത്ത കേട്ടവർ, ഒരുപക്ഷെ ആ സദ്വാർത്ത കണ്ടവർ, അവരായിരിക്കും ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും നല്ല ഒരു ദരിദ്രരായ പ്രഘോഷകരായി പിന്നീട് മാറിയിട്ടുള്ളത്. അവരുടെ ജീവിത മേഖലകളിലൊക്കെ, ദരിദ്രരുടെ ഇടയിലൊക്കെ അവർ ആ സത്യം പറഞ്ഞു കാണും. നമുക്ക് വേണ്ടി പിറന്ന രക്ഷകനെ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കണ്ടു, നിങ്ങളും കാണണം. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒതുങ്ങിപ്പോയാൽ മാത്രം പോരാ, മറിച്ച് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും ഏതെങ്കിലും വിധത്തിലോ തരത്തിലോ ക്രിസ്തുവിൻ്റെ സ്നേഹം കൊടുക്കാൻ സാധിക്കണം. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് ഒരു നേഴ്സാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് പരിചയപ്പെടുവാനിടയായത്, ഇവിടെ വന്ന് സംസാരിക്കാനിടയായി തീർന്നപ്പോൾ അവർ പറയുകയായിരുന്നു, ഞങ്ങൾ മലയാളികളായ കുറച്ച് നേഴ്സുമാർ അവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും ഈ ICUവിലൊക്കെ പലപ്പോഴും ഞങ്ങൾക്ക് ഡ്യൂട്ടി കിട്ടാറുണ്ട്. അപ്പോൾ മരണക്കിടക്കയിൽ ഒരു പ്രത്യാശയുമില്ലാതെ, കാരണം പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അധിനിവേശം കൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു, ക്രിസ്തുവില്ല, മതമില്ല, ഒരു സെക്കുലർ ജീവിതം നയിച്ചു. അവിടെ എല്ലാം ഉള്ളതുകൊണ്ട് ഒരു ദൈവമോ ഒരു മതമോ അവർക്ക് വളരെ അത്യാവശ്യമായിട്ട് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ മരണത്തിലേക്ക് വരുമ്പോൾ അവർ ഒറ്റപ്പെടുകയാണ്. മക്കൾ അവരുടേതായ രീതിയിൽ പോകുന്നു, ആരുമില്ല, ഒറ്റപ്പെട്ട നഴ്സിംഗ് ഹോമുകളിൽ കഴിയുന്നു, ഗവൺമെൻറ് അവരെ നോക്കുന്നു, എല്ലാ ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും അവർക്ക് കിട്ടുന്നു. പക്ഷേ അവരുടെ ഉള്ളിലെ ഏകാന്തത, ഒറ്റപ്പെടൽ, ആരുമില്ല എന്ന തോന്നൽ. നമ്മൾ ഓർക്കണം, വൃദ്ധർക്ക് മാത്രം മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയൊന്നുമില്ല. നമ്മളൊരു കൊച്ചുകുട്ടിയുടെ മനസ്സെങ്ങനെയാണോ, ഒരു ടീനേജുകാരൻ്റെ മനസ്സെങ്ങനെയാണോ, അതൊക്കെ തന്നെയാണ് ഒരു യുവാവിൻ്റെ മനസ്സും. ആ യുവാവിൻ്റെ മനസ്സിൻ്റെ വികാരങ്ങൾ ഏതൊക്കെ രീതിയിലാണ്, അതൊക്കെ തന്നെയാണ് ഒരു മധ്യവയസ്കൻ്റെ ജീവിതത്തിൻ്റെ മനസ്സും. അവർക്കും ഇതുപോലെയൊക്കെ തന്നെയാണ്. കുറച്ച് അനുഭവങ്ങൾ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അതേ മനസ്സ് തന്നെയാണ് ഒരു രോഗിയാകുന്ന വൃദ്ധനായ തലനരച്ച ഒരു മനുഷ്യൻ്റെ മനസ്സും അതുപോലെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന മനസ്സാണ്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സ് പോലെ തന്നെ ശരീരം ചുക്കിച്ചൊളിഞ്ഞിട്ടുണ്ടാകാം, ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ അവരെ അടിച്ചാൽ തിരിച്ചടിക്കാൻ അവർക്കാവില്ല, ഇറക്കി വിട്ടാൽ ഒരുപക്ഷെ തിരിച്ചു കയറാനും സാധിക്കുകയില്ല. അവരെല്ലാത്തിലും സ്ലോ ആയിട്ടുണ്ട്, അവർക്ക് പ്രതികരിക്കാനും ചിലപ്പോൾ സാധിക്കില്ല. പക്ഷേ അവരുടെ മനസ്സ് അത് നമ്മളെപ്പോലെ തന്നെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന മനസ്സാണ്. അപ്പോൾ ആ മനസ്സ് കിടക്കുന്ന എത്രയോ വൃദ്ധരായ ആളുകൾ ഇന്ന് ഭൂമുഖത്ത് പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട് താമസിക്കുന്നു. പണമുണ്ട്, പണമില്ലാത്തവരുണ്ട്. പണമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഈ അനേകം വൃദ്ധസദനങ്ങൾ, പാവങ്ങൾക്കൊക്കെ വൃദ്ധസദനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അവിടെ സന്യാസിനിമാരും വൈദികരും ഒക്കെ ചേർന്ന് അവർക്കൊത്തിരി സന്തോഷം പങ്കുവെച്ച് കൊടുക്കാറുണ്ട്. എന്നാൽ സമ്പന്നരുടെ ഇടയിലെ വാർദ്ധക്യം അനുഭവിക്കുന്നവർക്ക് പലപ്പോഴും വല്ലാത്ത ഏകാന്തത എല്ലാത്തിൻ്റെയും മധ്യത്തിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏകാന്തത അനുഭവിക്കുന്ന വൃദ്ധരായിട്ടുള്ള ആളുകൾ, അത് ആഫ്രിക്കൻ അതുപോലെ അമേരിക്കനൊക്കെ ആളുകൾ ഇങ്ങനെ കിടക്കാറുണ്ട്. അപ്പോൾ ഇവർ പറയും, ഞങ്ങൾ ഈ നേഴ്സുമാരെന്ന നിലയിൽ ഞങ്ങൾ അവരുടെ അടുക്കൽ ചെന്നിട്ട് മതത്തെക്കുറിച്ചൊന്നും പറയാൻ പറ്റുകയില്ലെങ്കിലും ഞങ്ങൾ പറയും, പ്രാർത്ഥിക്കുക, യേശുക്രിസ്തു നിങ്ങളെ രക്ഷിക്കും, കയ്യിലൊക്കെ പിടിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്നവർക്കൊക്കെ അടുക്കൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർ പറയുകയാണ്, പിറ്റേ ദിവസമാകുമ്പോഴേക്കും അവർ വലിയ അസ്വസ്ഥതകളൊക്കെ വിട്ട്, വലിയ ബഹളം ഉണ്ടാക്കുന്ന, എല്ലാത്തിലും അസംതൃപ്തി കാണിക്കുന്ന അവസ്ഥ വിട്ട് ശാന്തതയിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. മരണത്തോടടുക്കുമുണ്ടാകുന്ന അവരുടെ അസ്വസ്ഥതകളൊക്കെ മാറിയിട്ട് അവരോട് സുവിശേഷം അവരുടെ ചെവിയിൽ മന്ത്രിക്കുമ്പോൾ അവർക്ക് ഒത്തിരി സമാധാനവും സന്തോഷവും കിട്ടുന്നു. സത്യത്തിൽ അങ്ങനെ ഒക്കെ ദൗത്യം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഡോക്ടേഴ്സിനുണ്ട്, നേഴ്സുമാർക്ക് അങ്ങനെ ദൗത്യങ്ങൾ ചെയ്യാനുണ്ട്. സ്നേഹത്തോടെ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കരങ്ങൾ വഴി അവരിലേക്ക് ഒഴുകുവാനിടയായിത്തീരും. അതുകൊണ്ട് ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ എന്ന് പറയുന്നത്. അത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കരങ്ങളിലേക്ക് ഒഴുകേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും യേശു പറഞ്ഞതുപോലെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് നിങ്ങളുടെ കരങ്ങൾ വഴി നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഡോക്ടേഴ്സുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശുശ്രൂഷ ചെയ്യുക. കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ നേഴ്സസ് കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശുശ്രൂഷ ചെയ്യുക. അപ്പോൾ കൂടുതൽ ഫലപ്രദമായിട്ട് ഈ രോഗികൾക്ക് വേണ്ടി ആ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും. അതുപോലെ വേറെ ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടോ അവർക്കൊക്കെ വലിയ വലിയ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് പലപ്പോഴും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നുകൊണ്ട് അത് ചെയ്യുമ്പോൾ എത്രയോ വലിയൊരു ആശ്വാസമാണ്
അവിടെ കയറി വരുന്നവർക്ക് ലഭിക്കുക. അങ്ങനെ ഓരോ മേഖലകളിലും അധ്യാപകർ, എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ, അവരോട് സഹതപിച്ചുകൊണ്ടും അവരുടെ ബലഹീനതകളിൽ അവരെ സ്നേഹിച്ചുകൊണ്ടും ഒരു അധ്യാപകൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ അധ്യാപകനിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം അവരിലേക്ക് ഒഴുകാനിടയായിത്തീരും. ഇങ്ങനെ ഓരോ വിധത്തിലും തരത്തിലും ക്രിസ്തുവിൻ്റെ രക്ഷയുടെ അനുഭവം ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നോമ്പുകളും പ്രാർത്ഥനകളും ഉതകേണ്ടത്. നമ്മുടെ ഏതെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളെ സാധിച്ചെടുക്കുവാൻ വേണ്ടി അല്ല എന്ന കാര്യവും കൂടി ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ആയതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധമായി നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശാലോം ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസിൻ്റെ എല്ലാ ആശംസകളും പ്രത്യേകമായി നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Maria.